കേരളം നക്സൽ മുക്തമാണെന്ന് കേന്ദ്ര സർക്കാർ. പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഈ ജില്ലകൾ നക്സൽ പ്രവർത്തനം സജീവമല്ലെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ഇതോടെ കേരളത്തിന് ലഭിക്കുന്ന കേന്ദ്ര ഫണ്ട് ഇനി ലഭിക്കില്ല. MG പ്രതീഷ് തിരുവനന്തപുരത്ത് ചേരുന്നു. പ്രതീഷ്, ഇത്തരത്തിൽ ഈ സംസ്ഥാനം കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം? ഇതൊരു വലിയ തിരിച്ചടിയാണ്. ഈ തണ്ടർബോൾട്ട് ഇനത്തിലൊക്കെ സംസ്ഥാനത്ത് ലഭിക്കുന്ന ഒരു വലിയ ഫണ്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? സുഹൈൽ, 2026 തന്നെ രാജ്യത്തെ നക്സൽ മുക്തമാക്കുമെന്നതാണ് കേന്ദ്രത്തിന്റെ ഒരു നിലപാട്. ഇതിന്റെ കൂടി ഭാഗമായി നേരത്തെ പല സംസ്ഥാനങ്ങളെയും നക്സൽ മുക്തമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കേരളം നക്സൽ മുക്തമെന്ന് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലായിരുന്നു നേരത്തെ നക്സൽ പ്രവർത്തനം ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ പട്ടികയിൽ നിന്ന് പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം തീരുമാനം അറിയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ നേരത്തെ സുഹൈൽ സൂചിപ്പിച്ചതുപോലുള്ള കേന്ദ്ര സഹായം ഇനി സംസ്ഥാനത്തിന് ലഭിക്കില്ല. ഈ നക്സൽ പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വിവിധ സുരക്ഷാ സേനകളെ പലയിടങ്ങളിലും ഈ ജില്ലകളിൽ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കേന്ദ്ര സഹായവും കേരളത്തിന് ലഭിച്ചിരുന്നു. നക്സൽ പ്രവർത്തനങ്ങൾ ഈ ജില്ലകളിൽ സജീവമല്ലെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളം നക്സൽ മുക്തമാണ്. അത്തരത്തിലൊരു പ്രവർത്തനങ്ങൾ നിലവിൽ ആ ജില്ലകളിൽ നടക്കുന്നില്ല എന്നുകൂടി കേന്ദ്രം അറിയിക്കുന്നുണ്ട്. പക്ഷേ സുരക്ഷാ സേനയുടെ പരിശോധന ഇവിടങ്ങളിൽ തുടരുമെന്നതാണ് നിലവിൽ പോലീസ് അറിയിക്കുന്ന കാര്യം. നക്സൽ മുക്തമാണെന്ന പ്രഖ്യാപനം ആശ്വാസകരമാണെങ്കിലും ഈ പോലീസിനെ എക്വിപ്ഡ് ആക്കുന്ന ഫണ്ടുകളിൽ വലിയൊരു കുറവുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.